കൊല്ലം കുണ്ടറയുടെ ചിരകാല അഭിലാഷം യാഥാർത്ഥ്യമായി. 7 നിലകളിൽ നിർമ്മാണം പൂർത്തിയായ കുണ്ടറ താലൂക്ക് ആശുപത്രിയുടെ ബഹുനില കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. കിഫ്ബി ഫണ്ടിൽ നിന്നും 76.13 കോടി വിനിയോഗിച്ചാണ് ആധുനിക കെട്ടിടം നിർമ്മിച്ചത്. പൊതുജനാരോഗ്യ മേഖലയിൽ കേരളം വികസിത രാജ്യങ്ങൾക്കൊപ്പം എത്തിയെന്ന് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു. 1920കളിൽ കുണ്ടറ സിറാമിക്സിലെ ജീവനക്കാർക്കും പ്രദേശവാസികൾക്കും വേണ്ടി ഡിസ്പെൻസറിയായി തുടങ്ങിയ ആശുപത്രിയാണ് ഇന്ന് നാടിന് അഭിമാനമായി ഉയർന്നു നിൽക്കുന്നത്. ആശുപത്രിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വികസന പ്രവർത്തനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 76.13 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ ബഹുനില കെട്ടിടം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളും വികസന പ്രവർത്തനങ്ങളിലെ കിഫ്ബിയുടെ പ്രാധാന്യവും ഊന്നിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. സാധാരണ സർക്കാരിൻ്റെ ഒരു രീതി ബജറ്റിലൂടെ ഏറ്റെടുക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. ബജറ്റിനെ മാത്രം ആശ്രയിച്ചാൽ പല കാര്യങ്ങളും പ്രാധാന്യമുള്ളതാണെങ്കിലും നീണ്ടു പോകും. അങ്ങനെയാണ് മറ്റൊരു സാമ്പത്തിക സ്രോതസ് എന്ന തരത്തിൽ കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. അങ്ങനെ 5 വർഷം പൂർത്തിയായപ്പോൾ 50 അല്ല 62,000 കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി മുഖേന ഏറ്റെടുക്കാൻ തയ്യാറായത്. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം കിഫ്ബിയുടേതായ സാക്ഷ്യപത്രങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. ബേസ്മെന്റ് ഉൾപ്പെടെ 7 നിലയുള്ള കെട്ടിടത്തിൽ 130 കിടക്കകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടുന്ന ആശുപത്രിയുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമായത്. കുണ്ടറയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഇത് ഏറെ സഹായകരമാകും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.